ഇന്ന് രാവിലെ തൊട്ട് പണിയോട് പണിയായതുകൊണ്ട് തന്നെ ഉച്ചക്ക് കുളിച്ച് കയറിയപ്പോഴാട്ടോ ചോറിനൊന്നും ആയിട്ടില്ല എന്ന് മനസ്സിലായത്. ചോറ് ഇറക്കി വെച്ചിട്ടാണെങ്കിൽ വെന്തിട്ടും ഉണ്ടായിരുന്നില്ലേ, പിന്നെ കറിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ കുറച്ച് കക്കറിച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് തന്നെ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് ഓർത്തേ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി മാറ്റിയ ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. ഈ പരത്തിയിടുന്നതിൻ്റെ ഗുണം നമുക്ക് എല്ലാ സ്ഥലവും ഫ്രൈ ചെയ്ത് കിട്ടും കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് വേപ്പിലയും കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചോറാവാത്തതുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തി കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ സാധനം സെറ്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണം കേട്ടിട്ട് തന്നെ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എനിക്കതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ഇട്ടിട്ടില്ലേ. ചപ്പാത്തി ആ ഗ്രേവിൻ്റെ കൂടെ തിന്നാൻ എന്തൊരു ടേസ്റ്റാണ്. ആദ്യം തന്നെ ഞാൻ വെറുതെ ഒന്ന് തിന്ന് നോക്കി കേട്ടോ. കിഡിലെ സാധനം ചോറിൻ്റെ കൂടെ എനിക്ക് പൊളിച്ചാനേ, എന്നാലും ചപ്പാത്തിൻ്റെ കൂടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.